നമസ്തേ. കെഎസ്ആർടിസി ബസ്സുകളിലെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയെ ചൊല്ലിയുള്ള വിവാദം കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. ഗതാഗത മന്ത്രി CP ജോണിന്റെ പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ്. സ്ത്രീകളെ അപമാനിച്ച മന്ത്രി പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തുന്ന PSC LPST ഉദ്യോഗാർത്ഥികളുമായിട്ട് നേരിൽ കണ്ട് അവർക്ക് മഹിളാ മോർച്ച ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും നവ്യ ഹരിദാസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. നവ്യ ഹരിദാസ് തത്വമൈ ന്യൂസിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്. നമുക്ക് ആ പ്രതികരണം കാണാം. ഈ സെക്രട്ടേറിയറ്റിന്റെ പടിവാതിക്കല് ഒരു മാസത്തിലേറെയായി സമരം കിടക്കുന്ന യുവതീ യുവാക്കളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരം. ഈ പ്രപഞ്ചത്തിലുള്ള നിരവധി വിഷയങ്ങളെക്കുറിച്ച് പഠിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള PSCയുടെ റാങ്ക് ലിസ്റ്റിൽ 100-നകത്ത് തന്നെ റാങ്ക് നേടിയിട്ടുള്ള നിരവധി ആളുകളാണ് മാസങ്ങളായിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ പടിവാതിക്കൽ നീതിക്ക് കാത്തുകൊണ്ട് നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നും പിന്നോട്ട് പോകാൻ ഈ സമരത്തിലെ അംഗങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഇപ്പോഴും ഗവൺമെൻറ് പറയുന്നത് 2 മാസം സമയം പഠിക്കാൻ വേണമെന്നുള്ളതാണ്. ഒരു മാസത്തിലേറെയായി ഇവരിവിടെ സമരം തുടങ്ങിയിട്ട് 3 മാസമായിട്ടും പഠിച്ചു തീർക്കാൻ പറ്റാത്ത എന്ത് വിഷയങ്ങളാണ് ഈ PSCക്കകത്തുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ ജന്തർ മന്ദറിൽ പോയിട്ടുള്ള ആളുകളെ പിന്തുണയ്ക്കുവാനും അവിടെ നടന്നിരുന്ന അക്രമങ്ങളും പരാക്രമങ്ങൾക്കും ഒക്കെ ഒത്താശ ചെയ്തു കൊടുക്കാൻ മുന്നിൽ നിന്നിരുന്ന ഒരു പക്ഷം ആളുകളെ നമ്മൾ അന്ന് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ മുട്ടിലിഴയുകയും മണ്ണ് വാരി തിന്നുകയും മനുഷ്യ ചങ്ങല തീർക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഈ കേരളത്തിനകത്ത് നീതി കാത്തുകൊണ്ട് 1-ാം റാങ്ക്കാരി വരെ കഴിഞ്ഞ സർക്കാരിൻ്റെ LDF സർക്കാരിൻ്റെ സമയത്ത് കോൺഗ്രസ് പറഞ്ഞിരുന്നത് ഞങ്ങൾ അധികാരത്തിലേറിയാൽ എത്രയും പെട്ടെന്ന് നിയമനം നടത്തുമെന്നുള്ളതാണ്. അന്ന് ഇവരെ പിന്തുണച്ചുകൊണ്ട് ഇന്നത്തെ MLA-മാർ നിരവധിയായിട്ടുള്ള ആളുകൾ ഞങ്ങൾ വിഷയം പഠിച്ചതാണ്, ഞങ്ങളൊന്ന് അധികാരത്തിൽ വന്നാൽ ഇതിനൊക്കെ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള ആളുകൾ ഇലക്ഷൻ കഴിഞ്ഞു, കസേരകൾ കിട്ടി, മന്ത്രി കസേരകൾ അലങ്കരിച്ചു, MLA സ്ഥാനം അലങ്കരിച്ചു. അതിനുശേഷം ഒരു കുട്ടി പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ള സാഹചര്യമാണ്. ഒരു ടീച്ചർ 7 ദിവസമായി നിരാഹാരം കിടക്കുകയാണ്. അവരുടെ ആരോഗ്യസ്ഥിതി ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവന് സംസ്ഥാന സർക്കാർ മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉടനുണ്ടാകും. അടിയന്തരമായിട്ടുള്ള ഇടപെടലിലൂടെ ഇവരുടെ മിതമായിട്ടുള്ള ആവശ്യങ്ങൾ, ഒരുപാട് ആവശ്യങ്ങളൊന്നുമില്ല. PSC റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുൻപന്തിയിൽ ഇടം നേടിയിട്ടുള്ള ആളുകൾക്ക് നിയമനം അനുവദിക്കുക എന്ന് പറയുന്ന വിഷയം, എയ്ഡഡ് നിയമനം PSCക്ക് വിട്ടു നൽകുക എന്നുള്ളൊരു ആവശ്യം, ഇതൊക്കെ ഒന്ന് ത്വരിതഗതിയിൽ പഠിച്ചുകൊണ്ട്, പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് വിവരമുള്ള ആളുകളെ സമീപിച്ചുകൊണ്ട് അതൊന്ന് എത്രയും പെട്ടെന്ന് ആ വിഷയങ്ങൾ മനസ്സിലാക്കി ഇവരുടെ കാര്യത്തിൽ പരിഹാരം കാണണമെന്ന് ഈ സർക്കാരിന് മുൻപിൽ ഞങ്ങളൊരു ആവശ്യം ഉന്നയിക്കുകയാണ്. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സെക്രട്ടേറിയറ്റ് നടുങ്ങുന്ന തരത്തിലേക്കുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നിട്ടിറങ്ങേണ്ടി വരും. മഹിളാ മോർച്ചയ്ക്ക് അതിനോടൊപ്പം ചേർന്നുകൊണ്ട് നിന്ന് ഈ സെക്രട്ടേറിയറ്റ് തന്നെ സ്തംഭിക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യം ആഗതമാകും. അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉടനടി അതിനൊരു പരിഹാരം കാണുന്നതിലേക്ക്, ആ ഭാഗത്തേക്കൊന്ന് ശ്രദ്ധ ചെലുത്തുവാൻ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം ക്ഷമ ചോദിക്കാതെ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും? ഇവിടെയുള്ള കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയാണ് അദ്ദേഹം അധിക്ഷേപിച്ചിരിക്കുന്നത്. KSRTCയിൽ കയറുന്ന സ്ത്രീകൾ, പ്രിയദർശിനി ബസ്സിൽ തള്ളിക്കയറുന്ന സ്ത്രീകൾ എന്നാണ് പറഞ്ഞത്. സ്ത്രീകൾ എന്താ ബസ് കാണാത്തവരാണോ? ഇതുവരെ പ്രിയദർശിനി ബസ്സില്ലാതിരുന്ന സമയത്ത് ജോലിക്ക് പോവാത്തവരാണോ? UDF ഇപ്പോൾ ഉള്ള സർക്കാർ ഇലക്ഷൻ്റെ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യം, UDF അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ KSRTC ബസ്സുകൾ സൗജന്യമായിട്ട് നൽകും. അന്ന് പ്രിയദർശിനി എന്ന വാക്കൊന്നും സർക്കാർ ഉപയോഗിച്ചിട്ടില്ല. അന്ന് പറഞ്ഞിരുന്നത് KSRTC ബസ്സുകളിൽ സൗജന്യമായിരിക്കും എന്നാണ്. എന്നാൽ അധികാരത്തിലേറിയതിനു ശേഷം പ്രിയദർശിനി ലേബൽ ഒട്ടിച്ച വളരെ മിനിമം ബസ്സുകൾക്ക് മാത്രം ആ സൗകര്യം നൽകുകയും, എന്നാൽ ആ സൗകര്യം വിനിയോഗിക്കാൻ സ്ത്രീകൾ തയ്യാറായപ്പോൾ ആ സ്ത്രീകളെ അപഹസിച്ചുകൊണ്ട് മുൻപോട്ട് വന്നിരിക്കുകയാണ്. ബസ്സുകൾ മാത്രമല്ല, ആശുപത്രിയുടെ വരാന്തയിൽ സ്ത്രീകൾ കിടക്കുന്നുവെന്ന്. മികവുറ്റ മാതൃകാപരമായിട്ടുള്ള ആശുപത്രികൾ നിർമ്മിക്കാത്തത് കൊണ്ടല്ലേ ഈ കേരളത്തിൽ ഇന്നും വരാന്തയിൽ സ്ത്രീകൾ കിടക്കേണ്ട ഗതികേട് ഉണ്ടായിട്ടുള്ളത്? അതിന് ഉത്തരവാദി ഇത്രയും കാലം മാറി മാറി ഭരിച്ചിട്ടുള്ള LDFും UDFുമാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയാൽ ഈ വരാന്തകളിലെ സ്ത്രീകൾ കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല.
നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ എല്ലാ സൗകര്യത്തോടും കൂടെയും രോഗികളെ ശുശ്രൂഷിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അത് നിഷേധിച്ചതാരാ? മുൻപുണ്ടായിരുന്ന LDF ഇപ്പോഴുള്ള UDF തന്നെയാണ്. അതുകൂടാതെ മക്കളെ നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്ന അമ്മമാരെ ചോദ്യം ചെയ്യാണ്. തങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും ശരി, ഞങ്ങളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമായിരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന അമ്മമാരാണ് ഞങ്ങളെല്ലാവരും. അതുപോലെ തന്നെയാണ്. അപ്പോൾ കുട്ടികളെ നല്ല വിദ്യാലയങ്ങളിൽ വിട്ട് പഠിപ്പിക്കുമ്പോൾ എന്താ ഇവിടെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാത്തത്? PM ശ്രീ പദ്ധതി നടപ്പിലാക്കുമ്പോൾ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിലവാരത്തിലേക്ക് എത്തും, ഉന്നത നിലവാരത്തിലേക്ക് എത്തും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ സർക്കാർ വിദ്യാലയങ്ങൾ അങ്ങനെയൊക്കെ മതി, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയും വേണ്ട, കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ നല്ല സ്കൂളുകളിൽ നോക്കി മാതാപിതാക്കൾ പഠിപ്പിക്കുമ്പോൾ ആ അമ്മമാരെയും ചോദ്യം ചെയ്യാൻ ഈ മന്ത്രിക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് ആ അമ്മമാരെ ചോദ്യം ചെയ്യാൻ? അതുകൊണ്ട് എല്ലാ മേഖലയിലുള്ള സ്ത്രീകളെയും കളിയാക്കുന്ന തരത്തിൽ, പരിഹസിക്കുന്ന തരത്തിലേക്ക് ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നും പരാമർശം വന്നപ്പോൾ തീർച്ചയായിട്ടും അതിനെ ധാർമ്മികമായിട്ട് നേരിടുക എന്നുള്ളത്, പ്രതിഷേധിക്കുക എന്നുള്ളത് മഹിളാ മോർച്ചയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് മിനിസ്റ്ററുടെ കോലം കത്തിച്ചുകൊണ്ട് ഇന്നലെ പ്രതിഷേധിച്ചിട്ടുള്ളത്. മറ്റു പലയിടങ്ങളിലും ഇന്ന് പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. മാപ്പ് പറഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മാപ്പ് ഞങ്ങൾ പറയിപ്പിക്കും. ഇന്നലത്തെ സമരം കൊണ്ട് തന്നെ ഒരു താക്കീത് മന്ത്രിക്ക് ലഭിച്ചതുകൊണ്ട് തന്നെയാണ് ആ സമരത്തിൽ നിന്നും പിന്മാറുന്നതിന് വേണ്ടി, മറ്റു മോർച്ചകളെ പിന്മാറ്റുന്നതിന് വേണ്ടി ഒരു മാപ്പഭ്യർത്ഥനയുമായിട്ട് ഇന്ന് പൊതുരംഗത്ത് അദ്ദേഹം എത്തിയിട്ടുള്ളത്. KSRTC സൗജന്യ യാത്രാ പദ്ധതിയെ ചൊല്ലിയുള്ള വിവാദവും PSC LPST ഉദ്യോഗാർത്ഥികളുടെ സമരവും സംസ്ഥാനത്ത് രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്ന സാഹചര്യത്തിലാണ് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയുടെ ഈ പ്രതികരണം. ഈ വിഷയത്തിൽ സർക്കാരിന്റെയും ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും തുടർ നിലപാടുകൾ ഇനി ശ്രദ്ധേയമാകും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും വേണ്ടി നമ്മുടെ തത്വമയി ചാനൽ, ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.